ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വാനില സ്പോഞ്ച് കേക്ക് കണ്ടാലോ. അപ്പോൾ ബർത്ത്ഡേ കേക്കാണ്. നമ്മുടെ വീട്ടിലെ മാമൻ്റെ വീട്ടിലോട്ടാണ്. അപ്പം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു കേക്ക് വേണം, കളർഫുള്ളാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സെറ്റ് ചെയ്യാനാട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ 4 എഗ്ഗും വാനില എസൻസും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത ശേഷം എന്തെങ്കിലും പൊടിച്ച പഞ്ചസാര ഇല്ലെങ്കിൽ പഞ്ചസാര ഞാൻ കുറേശ്ശെയായിട്ട് തന്നെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര അലുത്ത് വരുന്നത് വരെ നല്ലപോലെ ബീറ്റ് ചെയ്യുക. തരികൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കേക്കിനൊരു പെർഫെക്ഷൻ കിട്ടത്തില്ലല്ലോ സ്പോഞ്ച് റെഡി ആയിട്ട് വരുമ്പോൾ. അപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്ത ശേഷം എന്ന് വെച്ചാൽ നല്ലപോലെ പതപ്പിച്ചെടുക്കും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വാനില എസൻസിന് ഒഴിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വോയിസ് എടുക്കുമ്പോൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അപ്പം അത് നമ്മൾ ഒഴിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ 1/4 കപ്പ് ഓയിലും ചേർത്ത് ബീറ്റ് ആവരുത്. അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഫോൾഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ ട്രേക്കകത്ത് ബേക്ക് ചെയ്യാനുള്ള ട്രേക്കകത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് 6 ഇഞ്ച് ട്രെയിലായിരുന്നു നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. അപ്പം നമ്മളത് സെറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഈ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ട്രേ ഒക്കെ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പണി ഒഴിവാകും കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെയല്ല കേട്ടോ വരുന്നത്, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. കാരണം അതാകുമ്പോൾ കൂടുതൽ എളുപ്പം, നമുക്ക് സെറ്റ് ചെയ്ത് ബാറ്ററൊക്കെ റെഡിയാക്കി നമ്മളങ്ങ് ഒഴിച്ച് വെച്ചാൽ മതി. പക്ഷേ അതിനുശേഷം നമ്മളൊരു ബൗളിൽ പിന്നെ നമുക്കൊരു കേക്ക് ഉണ്ടാകും. കേക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ഇനി സെയിൽ ചെയ്യാനുള്ള കേക്കാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ കേക്കും കൂടി വേണം കേട്ടോ നമ്മുടെ വീട്ടിലോട്ട്. കാരണം കുട്ടികൾക്ക് കേക്കെന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മളത് കേക്ക് നമ്മുടെ വീട്ടിലോട്ടും കൂടി റെഡിയാക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പം അത് നേരത്തെ ചെയ്ത ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ കൂടുതലൊന്നും നമ്മൾ നീട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ രണ്ടും നമ്മൾ ഒരേപോലെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ആദ്യം വിപ്പിംഗ് ക്രീം നമ്മൾ എടുത്തിട്ട് വെച്ചിരുന്നതായിരുന്നു. അത് തീർന്നപ്പോൾ നമ്മൾ അടുത്തത് പൊട്ടിച്ചു ബീറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഞങ്ങളുടെ വീട്ടിലോട്ട് 1/2 kg പുറത്തോട്ട് കൊടുക്കാനായിട്ട് 1 kg ആയിരുന്നു നമുക്ക് ചെയ്യുന്നത്. അപ്പം 1/2 kg നമ്മളിത് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഫസ്റ്റ് അതിനൊരു ബേസിലോട്ട് വിപ്പിംഗ് ക്രീം വെച്ച് ഫസ്റ്റ് ലെയർ വെച്ചു, ഷുഗർ സിറപ്പ് ഒഴിച്ചു. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇട്ട ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് നമ്മൾ സ്ട്രോബെറി അല്ല ജെറി അതും കൂടി വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഓരോ ലെയറും അങ്ങനെ വെച്ചു. നമ്മൾ ക്രം കോട്ട് ചെയ്ത് നേരെ ഫ്രിഡ്ജിലോട്ടാണ് വെച്ചത്.
നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ ഫൈനൽ കോട്ടിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ നമ്മളത് ഫൈനൽ കോട്ടിനായിട്ട് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത ശേഷം അതിൻ്റെ അത് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തു. അത് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. നല്ലപോലെ അത്യാവശ്യം നല്ല കളറുണ്ടായിരുന്നു. കളർഫുള്ള് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മോള് അതിൻ്റെ മേളിൽ കയറിയിരുന്നു കുത്തിക്കൽ കാണിക്കുമായിരുന്നു. അതിന് പിന്നെ ഒരു ബൗളിലോട്ടൊരു റോയൽ ബ്ലൂ കളറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം പൈപ്പ് ബാഗിലോട്ട് എടുത്തു കേട്ടോ. അത് രണ്ടും കൂടി പൈപ്പിംഗ് ബാഗിലെടുത്തു. ആ രണ്ട് കളറും അതിൻ്റെ അകത്ത് തന്നെ കേട്ടോ എടുത്തത്. അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു മേളിൽ നൈഫ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. പിന്നെ ഈ റോസറ്റ നോസിൽ വെച്ചിട്ട് അത് തന്നെ താഴെയിലും കൊടുത്തു കേട്ടോ. ഈ ഒരു കേക്ക് നമ്മുടെ വീട്ടിലോട്ടാണ്ട് അതിന് വേറെ ഡെക്കറേഷൻ ഇല്ല. പിന്നെ ഗണാഷ് ഷായാലും ഇരിപ്പുണ്ട്. അത് നമ്മൾ അതിൻ്റെ മേളിലോട്ട് കൊടുത്ത് ഈ കേക്ക് നമ്മുടെ വീട്ടിലോട്ടാകുമ്പം ആ ഫുള്ള് ക്രീം ഉണ്ടായിരുന്നു. നമ്മൾ വെച്ചിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ക്രീം ഫുള്ളും ആ ഒരു കേക്കിലോട്ട് അങ്ങ് ആക്കി. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് നമ്മുടെ വീട്ടിലോട്ടുള്ളത്. പുറത്തുള്ളത് കാണിക്കാം ഞാൻ. പിന്നെ അതിൻ്റെ അകത്ത് ഇത് പുറത്തുള്ളത് എൻ്റെ ഇന്ന് വീഡിയോ മിസ്സായി പോയിട്ടാ. പിന്നെ ഇത് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.